ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ മക്കള് വെജിറ്റബിൾസ് കഴിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് അല്ലേ. കാരണം എന്താണോ, എല്ലാ ദിവസവും ഒരുപോലെ തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അവർ കഴിക്കൂല കേട്ടോ. പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ലീഫുകളും പച്ചക്കറികളും ഒക്കെ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ചേർത്തിട്ട് കളർഫുൾ ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചോദിച്ചിട്ട് അവർ കഴിച്ചോളൂ കേട്ടോ. ഫുഡിന്റെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും അത് മാത്രമായിട്ട് തിന്നാലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അവരുടെ വയറ്റിലേക്ക് എത്തിയാൽ മതി. കുറച്ച് കാൽസ്യ കുറവൊക്കെ ഉള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് ശ്രമിക്കാറുണ്ട് അല്ലേ. പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. പിന്നെ സ്കൂളിലേക്കാണെന്നുണ്ടെങ്കിലും ഈ ആഴ്ച കൊടുത്തു വിടുന്നത് അടുത്ത ആഴ്ച വീണ്ടും കൊടുത്തു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മൾബറിന്റെ ലീഫ് വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. അതിന്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. അതിന്റെ ഒപ്പം ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള മൾബറിന്റെ ഇലകൾ. എല്ലാം തളിരിലാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില, ക്യാരറ്റ്, കുറച്ച് തേങ്ങ, പിന്നെ കാന്താരി മുളക്, അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ലീഫാണ്. അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ തോരൻ കഴിക്കാനും. മക്കളിത് ഇങ്ങനെ കോരി കഴിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള മൾബറിന്റെ ഇലകള്. എല്ലാം തളിരിലാണ് കേട്ടോ. ഫസ്റ്റ് മുളച്ചു വരുന്ന തൂമ്പിന്റെ അടുത്തുള്ള ഇലകൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതൊന്ന് ചെറിയതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില, ക്യാരറ്റ്, കുറച്ച് തേങ്ങ, പിന്നെ കാന്താരി മുളക്, അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് ഒരു 10-15ഓളം ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് തേങ്ങയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുമാണ് എടുത്തിട്ടുള്ളത്. പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ പുറത്തുനിന്നാണ് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലീഫ് നല്ലതുപോലെ ചെറുതാക്കി തന്നെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഇതിന് പകുതി ചെറിയ ഉള്ളിയും പിന്നെ കാന്താരി മുളകും കൂടെ ചേർത്ത് മിക്സിയിലെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുക്കാം. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് കോക്കനട്ട് ഓയിൽ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാനൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മാത്രമാണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഒരല്പം ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പൊട്ടി വന്ന ഉലുവയിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരുപാട് കളർ മാറി പോകുന്നു വേണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തോരനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ മൂടി വെക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാകത്തിന് നമ്മുടെ ക്യാരറ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് മിക്സ് ആക്കി ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ, കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ലീഫാണ്. ഇതിപ്പോ പാത്രത്തിന് മുഴുവനായിട്ടുണ്ടെങ്കിലും കുക്കായി വരുന്ന സമയത്ത് ഇതിന്റെ പകുതിയെ കാണുള്ളൂ കേട്ടോ. പകുതിയേ ഉണ്ടാവില്ല. നമ്മൾ തേങ്ങയും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് മാത്രം നമുക്ക് പകുതിയൊക്കെ ആയി തോന്നും. ഇല്ലെങ്കിൽ ആകെപ്പാടെ കുറച്ച് മാത്രമേ ഇത് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ.
പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഇളയ ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇത് നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ആയി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-3 മിനിറ്റ് മാത്രമേ ഇതിന് കുക്കിംഗ് ടൈം ഉള്ളൂ കേട്ടോ. നമ്മളൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 5 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും കഴിയും. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. കാരണം മൾബറിന്റെ ലീഫൊക്കെ എല്ലായിടത്തും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒന്നാണ്. ഉണ്ടോ, മൾബറിന്റെ ലീഫൊക്കെ ഇപ്പൊ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും തന്നെ ജസ്റ്റ് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് അല്ല, ഓവറായിട്ട് കുക്കായിട്ടില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കാന്താരി മുളകിന്റെ ഫ്ലേവർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇത്രയും സമയമായപ്പോ തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനും, മക്കൾക്കൊക്കെ കൊടുത്തുവിടാൻ അടിപൊളിയാണ്. ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫിൽ ആവും കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ചോറൊന്നും കഴിക്കണമെന്നില്ല. കാണുന്ന പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ തോരൻ കഴിക്കാനും. കുറച്ച് എരിവും ക്യാരറ്റിന്റെ ടേസ്റ്റും മധുരവും ഒക്കെ ചേർന്ന് അടിപൊളിയാണ്. വെറും ഇല മാത്രമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ അത്രയും തന്നെ ഇഷ്ടമുണ്ടാവില്ല. ഹലോ സ്മൈലി. യമ്മിയാണ് സുബേബി. വാങ്ങടാ. ടേസ്റ്റി ആണോ ചോദിച്ചുകളെ? മക്കളിത് ഇങ്ങനെ കോരി കഴിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ തോരനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കളൊക്കെ ഇതുപോലെ ചോദിച്ച് കഴിക്കൂട്ടോ. ഇവർക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കളർഫുൾ ആയിട്ട് കൊടുക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയാണ് ഞാൻ ഇവർക്ക് വെജിറ്റബിൾസ് കൊടുക്കുന്നത് തന്നെ. അപ്പൊ നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിൾസ് കഴിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഇതോടുകൂടി മാറും കേട്ടോ. അങ്ങനെ കുറച്ച് വെറൈറ്റിയിലൊക്കെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കുക്ക് ചെയ്യാതെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയിട്ട് വരും. ഇവിടെ ബേബി വരെ ഇത് കഴിക്കൂട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അലനാണ് ഇവിടെ വെജിറ്റബിൾസ് കഴിക്കാൻ കുറച്ച് മടിയുള്ള ആള്. അവനും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കൂട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.